ഇന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചില വിഭവങ്ങൾക്ക് നമുക്ക് മരിക്കാത്ത ഓർമ്മകൾ ഉണ്ടായിരിക്കും അല്ലേ? അതുപോലെ കുറച്ച് ഓർമ്മകളുള്ള ഒരു വിഭവമാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചക്കക്കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വിഭവമാണ്. അപ്പോൾ ഇതാ പഴുത്ത ചക്ക ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിലൊക്കെ അടിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ വല്യമ്മൻ്റെ ഉപ്പാൻ്റെ ഉമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വല്യമ്മ ഇല്ലാതായതിനു ശേഷം എൻ്റെ ഉമ്മയും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരലുണ്ടായിരുന്നു. അപ്പം ചക്ക വേവിച്ചതിന് ശേഷം നെയ്യിൽ ഉള്ളി മൂപ്പിച്ച് നമ്മൾ വേവിച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ളു ഉപ്പും കൂടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഏലക്കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷേ എനിക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ചക്കയുടെ ഫ്ലേവർ മുഴുവനായിട്ട് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ചക്ക റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് സീയപ്പത്തിൻ്റെ കൂടെ ഇല്ലെങ്കിൽ മലപ്പുറംകാരുടെ കലക്കിപ്പാർന്ന അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കാറ്. എനിക്കിത് കഴിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോംബോ ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻസിലൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.